ഞാൻ ഇന്നലെ വീക്ക് 1 വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് ഇത് തന്നെയാണ് എനിക്ക് DM ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 1 വീക്കിൻ്റെ കേരള ഡയറ്റ് പ്ലാൻ ഇവിടെ ക്യാപ്ഷനിൽ കൊടുക്കാം. അതിന് നമ്മൾ ഏകദേശം ടു ഗോ ത്രൂ സക്സസ്ഫുള്ളി വീക്ക് 1 എങ്ങനെ പ്ലാനും പ്രെപ്പും ചെയ്യാം എന്നാണ് ഈ വീഡിയോ. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ബേസിക് റഫ് പ്ലാൻ ടു സ്റ്റാർട്ട് വിത്ത്. അതായത് ഇലാബറേറ്റ് മീൽസ് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് പ്ലാൻ, പക്ഷേ സിമ്പിൾ മീൽസ് യെറ്റ് ന്യൂട്രീഷ്യസ്, വെരി ബാലൻസ്ഡ്. പക്ഷേ നിങ്ങളുടെ ഫാമിലിയുടെയും ഇഷ്ടം കണക്കിലെടുത്തിട്ട് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. യു വിൽ മോസ്റ്റ് പ്രോബബ്ലി ഫെയിൽ. എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രെപ്സ് ഞാനിവിടെ കാണിക്കാം. ഈ റവ വറുത്ത് വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിടുന്ന ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിന് 1 കപ്പ് തൈര് എന്നുള്ള അളവിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ബേക്കിംഗ് സോഡ ഇട്ട് നമുക്ക് അപ്പം തന്നെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഫ്രീസർ ബാഗിലിട്ട് സ്റ്റോർ ചെയ്ത് പിന്നെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്യുന്നത് ആ വീക്കിലേക്ക് ഏതെങ്കിലും ഒരു 2-3 ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് വെക്കും. മാംഗോ, ബനാന, ഗ്രേപ്സ് എടുക്കാം. അതല്ല നിങ്ങൾ നല്ലോണം ഡയറ്റ് നോക്കുകയാണെങ്കിൽ പപ്പായ, മെലൻ പോലത്തത് ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഫൈബറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒന്നാണ് ലെറ്റസ്, ക്യുക്കമ്പേഴ്സ്, ക്യാരറ്റ്സ് ഗ്രേറ്റ് ചെയ്തിട്ട് അധികം ക്വാണ്ടിറ്റിയിലല്ല, പക്ഷേ ചെറിയ ക്വാണ്ടിറ്റീസിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ ദാറ്റ് എനിക്ക് സാലഡ്സിലും റോൾസിലും എല്ലാം ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ഏതെങ്കിലും 2 സീഡ് സെലക്ട് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഈ ആഴ്ച ചിയ സീഡ് ആണെങ്കിൽ അടുത്ത ആഴ്ച ഒരുപക്ഷെ സബ്ജ ആയിരിക്കും. ഇത് സ്നാക്കിങ്ങിന് നല്ല ഓപ്ഷനാണ്, നല്ല ഫൈബർ റിച്ചും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആൽമണ്ട് മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഒരു ജാറിൽ ലെമൺ സ്ക്വീസ് ചെയ്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ലെമണും ഒരു ഓറഞ്ചും മിക്സ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് വെച്ചാൽ സാലഡ്സിലൊക്കെ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. നട്ട്സ് ഞാൻ എപ്പോഴും ഈ പെപ്പർ ജാറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. പ്രെപ്പ് ചെയ്ത് വെച്ചത് കൊണ്ടുള്ള ഗുണം 5 മിനിറ്റ് പോലും വേണ്ട നമുക്കൊരു ഹെൽത്തി ന്യൂട്രീഷ്യസ് സ്നാക്ക് പ്രിപ്പയർ ചെയ്യാൻ. ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചതും കട്ട് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ നട്ട്സ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് വി ഗെറ്റ് എ ന്യൂട്രീഷ്യസ് വെരി വെൽ ബാലൻസ്ഡ് സ്നാക്ക്.